വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ഇർഷാദ് ഖാൻ. ഇപ്പം സെറ്റ് ഫിസിക്സിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. സെറ്റ് ഫിസിക്സിന് ചോദിച്ച ചോദ്യങ്ങളല്ല, മറിച്ച് മറ്റൊരു PG ലെവൽ എക്സാമിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ സെറ്റ് എക്സാമിന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അതും ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. വേറെ എവിടെ നിന്നുമല്ല, ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ഏറ്റവും ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം MSc പഠിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് സെമ്മിൽ പഠിക്കുന്നതാണ് ക്ലാസിക്കൽ മെക്കാനിക്സ്. ആ ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളൊരു 10 ചോദ്യങ്ങളാണ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഓർമ്മ വരുന്നത് ലഗ്രാൻജിയനും ഹാമിൽട്ടോണിയനും ഒക്കെ തന്നെയാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന വേറൊന്നുമല്ല, ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ലഗ്രാൻജിയൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലഗ്രാൻജിയൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ഇമ്പോർട്ടൻസ് ഓഫ് ലഗ്രാൻജിയൻ മെത്തേഡ് ഈസ് its basic equation takes the same form in all coordinate system. Its basic equation takes the same form polar coordinate system to cylindrical coordinate system. Its basic equation takes the same form one-dimensional coordinate system to two-dimensional coordinate system. Its basic equation takes the same form one-dimensional coordinated system to three-dimensional coordinate system ആണ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ശരിയാണ് അല്ലേ? ലഗ്രാൻജിയനെ നമുക്ക് എന്താണ്, എവിടേക്ക് നമുക്ക് ഇൻവേരിയൻ്റ് ആയിട്ട് ഏത് കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്കും കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നതാണ് ലഗ്രാൻജിൻ്റെ പ്രത്യേകത. അങ്ങനെ വരുമ്പം ഏറ്റവും കൂടുതൽ ശരിയായിട്ടുള്ളത് ഇറ്റ്സ് ബേസിക് ഇക്വേഷൻ ടേക്ക് ദ സെയിം ഫോം ഇൻ ഓൾ കോർഡിനേറ്റ് സിസ്റ്റം ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കിപ്പം എന്താണ്, p²/2 അല്ലെങ്കിൽ നമുക്ക് സൈക്ലിക് കോർഡിനേറ്റ് അറിയാം, കോൺജുഗേറ്റ് മൊമെന്റം അറിയാം, എല്ലാ കാര്യവും അറിയാം, അല്ലെങ്കിൽ ലഗ്രാൻജിയന്റെ ഇക്വേഷൻസ് അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യാനൊക്കെ അറിയാമായിരിക്കും. പക്ഷേ അഡ്വാൻറ്റേജ് ഓഫ് ദ ലഗ്രാൻജിയൻ എന്താണെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ ഇങ്ങനെയുള്ള വരുന്ന ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്തുനിന്ന് വരാൻ സാധ്യതയുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കാത്ത വരിക തന്നെ ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കണം. ഇവിടെ വരുന്നത് ഇപ്പം നമ്മൾ ഏത് ബുക്കാണോ പഠിക്കുന്നതെങ്കിൽ, ഇപ്പം നമ്മൾ ഗോഡ്സ്റ്റീൻ ആണെങ്കിലും ശരി, അതല്ലെങ്കിൽ JC ഉപാധ്യായ ആണെങ്കിലും ശരി, അവിടെ എല്ലാം തന്നെ അഡ്വാൻറ്റേജസ് ഓഫ് ലഗ്രാൻജിയൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ഇൻവേരിയൻറ്റ് അണ്ടർ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് സം അതർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു പാരഗ്രാഫ് പറയുന്നുണ്ട്. അവിടെ തന്നെ എന്ത് പറയുന്നുണ്ട്, ലഗ്രാൻജിയൻ എന്ന് പറയുന്നത് എന്താണ്, ക്ലാസിക്കൽ നമ്മുടെ ന്യൂട്ടോണിയൻ മെക്കാനിക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അവിടെ സ്കെയിലാറിനെ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്, മറ്റിടത്ത് വെക്ടർ മാത്രമേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റിയിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അധികം ഡിസ്ക്രിപ്ഷൻസ് അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ വായിച്ച് നോക്കേണ്ടതായിട്ടുണ്ട്, വെറുതെ പ്രോബ്ലവുമായിട്ട് ഇരിക്കരുത്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ഇത് കുറച്ച് പ്രോബ്ലം ഓറിയന്റഡ് ആണ്. When a pendulum with length L and mass M is attached to a sliding down mass M in a frictionless plane inclined at an angle alpha, what would be the degree of freedom and the number of generalized coordinates ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് നമുക്കിവിടെ എന്താണ്, 2 എണ്ണം ഉണ്ട് അല്ലേ? നമുക്കിവിടെ എങ്ങനെയാണ് എടുക്കുന്നത്, 2 സിസ്റ്റം ഉണ്ട്. 2n k ചെയ്യുമ്പോൾ നമുക്കത് കിട്ടും, 2n - k ചെയ്യുമ്പോൾ കിട്ടും അത്. അപ്പം മറ്റേത് വരുന്നത് എന്താണ്, കുറച്ചും കൂടെ നമുക്ക് ആ ഒരു ഇന്റലിജൻസ് എന്താ പറയുക, സ്പേഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ആലോചിച്ച് നോക്കുവാണെങ്കിൽ നമുക്കത് കിട്ടും. ഇവിടെ when a pendulum with length L and mass M is attached to a sliding down mass, അപ്പം ഏകദേശം എന്താണ്, ഇങ്ങനെ ഇരിക്കുന്ന ഒരു പ്രതലത്തിൽ ഒരു പെൻഡുലം ഇരിക്കുകയാണ്. ഇവിടെ ഒരു മാസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ വരുമ്പം നമ്മൾ ഏകദേശം അത് 2n - k ചെയ്യുമ്പോൾ നമുക്ക് 4 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കിട്ടും. അതുപോലെ തന്നെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിലാണ് അവിടെ ആംഗിൾ ഫിക്സ് ചെയ്തിട്ടുള്ളപ്പം അവിടെ എന്താണ്, ബാക്കി 2D മാത്രമേ അതിന് മൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പോൾ വരുമ്പോൾ 2, 4 ആണ് അവിടെ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം, വെലോസിറ്റി ഡിപ്പെൻഡന്റ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ക്യാൻ സംടൈംസ് ടു ബി യൂസ്ഡ് ടു ഡിറ്റർമൈൻ. ലഗ്രാൻജിയനിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. മറ്റൊരു ചോദ്യമാണ്,
വെലോസിറ്റി, അതായത് ജനറലൈസ്ഡ് പൊട്ടൻഷ്യൽ എന്ന് നമ്മൾ പറയുന്ന വെലോസിറ്റി ഡിപ്പെൻഡന്റ് പൊട്ടൻഷ്യലിനെ കുറിച്ചിട്ടാണ് ചോദ്യം. ഇവിടെ the field of the force that can be applied in order that particle may move in specified path, the magnetic field direction, the electric and magnetic field direction, the Lagrangian function and the electromagnetic field. ആൻസർ വരുന്നത് ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്. ഇതെല്ലാം ഒന്നോ രണ്ടോ സെന്റൻസിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന കാര്യങ്ങളാണ്, ഫാക്ച്വൽ ഇൻഫർമേഷൻ ആയിട്ട്. ഇത് എത്ര പേര് പഠിക്കുന്നുണ്ട്? പലപ്പോഴും നമ്മൾ എന്താണ് പഠിക്കാൻ മറന്നു പോവുക, അല്ലെങ്കിൽ എന്താണ് ആ ഒരു ഭാഗമൊക്കെ സ്കിപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം തിരഞ്ഞു പിടിച്ചുകൊണ്ട് വന്നത്. പക്ഷെ ഇത് എല്ലാം ഒറ്റ പരീക്ഷയിൽ 1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരുന്ന സെറ്റ് എക്സാമിന് വരുന്നതെങ്കിലും ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിന്ന് നമ്മൾ പെട്ടുപോകില്ലേ കുറേയൊക്കെ. ഇനി അടുത്തത്, ഹാമിൽട്ടൺസ് ഫോർമുലേഷൻ ഈസ് ലോജിക്കലി ഇക്വലന്റ് ടു വാട്ട്? Lagrangian's first order equation, Newton's third law of equation, Lagrangian's second order equation and Hamilton's second law of motion, Lagrange's first order equation and Newton's third law of motion. ഏതായിരിക്കും? ഇത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ലഗ്രാഞ്ചേസ് സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ ആൻഡ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ് ഇവിടെ വരുന്നത്. ഹാമിൽട്ടൺ ഡൈനാമിക്സ്, ഹാമിൽട്ടൺ ഫോർമുലേഷൻ എന്ന് പറയുന്നത് ലോജിക്കലി ഇക്വലന്റ് ടു സം ദാറ്റ്, അങ്ങനെയാണ് വരുന്നത്. ഇനി മറ്റൊരു ചോദ്യം നോക്കിക്കേ. വാട്ട് ഈസ് ദ ഗോൾ ഓഫ് ഹാമിൽട്ടൺ ജേക്കബി തിയറി? ടു ട്രാൻസ്ഫോം കാനോണിക്കൽ ഇക്വേഷൻ ടു ബിക്കം ഡയറക്റ്റ് ഇന്റഗ്രബിൾ. It helps to reduce the problem to solving differential equation. It is used to transform partial differential equation into first order differential equation. It is used to transform vector quantities into scalar quantity. അപ്പോൾ നമ്മൾ ഹാമിൽട്ടൺ ജേക്കബിയുടെ എന്ത് ചെയ്യും? അവസാനത്തെ ഇക്വേഷൻ മാത്രം കാണാൻ പഠിച്ചിട്ട് പോകും അല്ലേ? എന്തിനാണ് ഹാമിൽട്ടൺ ജേക്കബി, അല്ലെങ്കിൽ എന്തിനാണ് ലഗ്രാഞ്ചിയൻ? ഈ ഒരു പർപ്പസ് അറിയാതെ നിങ്ങൾ ദയവ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പൊ ഇവിടെ വരുന്നത് എന്താണ്? കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷനെ ഡയറക്റ്റ്ലി ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, ഇന്റഗ്രബിൾ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഹാമിൽട്ടൺ ജാക്കബി ഉപയോഗിക്കുന്നത്. കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷനെ ഡയറക്റ്റ് ഇന്റഗ്രബിൾ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഹാമിൽട്ടൺ ജാക്കബി ഉപയോഗിക്കുന്നത്. ഇനി കോയിറോളീസ് ഫോഴ്സ് പലപ്പോഴും പി ജിക്ക് പഠിക്കുമ്പോൾ പോലും ലാസ്റ്റ് പോർഷൻ ആയതുകൊണ്ട് നമ്മൾ എല്ലാവരും സ്കിപ്പാക്കുന്ന പോർഷനാണ്. Koyrollis force affect the moving object in rotating frame of reference. Which of the following describe its effect? It has no effect on motion of object. It causes objects to move in a straight line relative to the surface. It always acts towards the center of rotation. It deflects the path of moving object to right in the northern hemisphere and left in the southern hemisphere. അപ്പം കൊയ്റോളിസ് ഫോഴ്സ് ജനറൽ പി എസ് സിക്കൊക്കെ പഠിച്ചവരാണെങ്കിൽ ഒരു ജോഗ്രഫി പഠിച്ചതാണ്. കൊയ്റോളിസ് ഫോഴ്സിന്റെ ഡയറക്ഷൻ +2 ജോഗ്രഫിക്ക് അത് പറയുന്നുണ്ട്. എന്താണ്? നോർത്തേൺ ഹെമിസ്ഫിയറിൽ റൈറ്റും സദേൺ ഹെമിസ്ഫിയറിൽ ലെഫ്റ്റും ആണെന്ന് പറയുന്നത്. ആ ഒരു ലോജിക്കലി എന്ത് ചെയ്യും? ജനറൽ പി എസ് സി പഠിച്ചവർ ഓപ്ഷൻ ഡി കറക്റ്റ് ചെയ്യും. അല്ലാതെ ജനറൽ പി എസ് സി പഠിക്കാതെ ഡയറക്റ്റ് ആയിട്ട് MSc ഫിസിക്സ് കഴിഞ്ഞിട്ട് SST ഫിസിക്സിനോ സെറ്റിനോ ഒക്കെ വേണ്ടി മാത്രം കോച്ചിങ് എടുക്കുന്നവർ എന്ത് ചെയ്യും? ഇത് ഡെഫിനറ്റ്ലി അവർ ഒന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യും, അല്ലെങ്കിൽ നെഗറ്റീവ് അടിക്കും. വളരെ റെയർ ആണ് ഇത് ഓപ്ഷൻ ഡിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ചാൻസ് എന്ന് പറയുന്നത് അല്ലേ? വളരെ റെയർ ആണ്. ഒരു 100ൽ 5 പേര് പോലും ഇത് ക്വസ്റ്റ്യൻ ശരിയാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി അടുത്തത് ലിമിറ്റ് സൈക്കിൾ ആണ്. മറ്റൊരു മേഖലയാണ് നമ്മൾ വിട്ടുകളയുന്നത്. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ലിമിറ്റ് സൈക്കിൾ, വാട്ട് ഈസ് ഹോപ്പ് ബൈഫർക്കേഷൻ? The effect of damping on oscillatory system, type of limit cycle that is always unstable, a change in stability leading to the birth or death of the limit cycle, a transition from chaos to periodic motion ആണ് അല്ലെ? ലിമിറ്റ് സൈക്കിൾ നമ്മുടെ നോൺ പീരിയോഡിക് മോഷന്റെ ഒക്കെ ഒരു ഭാഗത്തായിട്ടാണ് അത് വരുന്നത്. ലിമിറ്റ് സൈക്കിൾ അത് സ്റ്റേബിളും അൺസ്റ്റേബിൾ പോയിന്റും അങ്ങനെ കുറച്ച് വോർട്ടക്സും അങ്ങനെ കുറേയധികം ടെക്നിക്കൽ ടേമുകളും ഒക്കെ പറയുന്ന ഒരു മേഖലയാണ്, അതും വിട്ടുകളയുന്ന ഒരു മേഖലയാണ്. അപ്പം ബൈഫർക്കേഷന്റെ ഒരു മീനിങ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എന്താ പറയാം? ഡിവൈഡിങ് ആണ്. അങ്ങനെ ഡിവൈഡിങ് ചെയ്യുന്ന ഒരു സാധനം ഇതിൻ്റെ അകത്തില്ല. പിന്നെയും എന്താണ്? ഒന്ന് ഡിവൈഡ് ചെയ്യുമ്പം ഒരാൾ
മരിക്കുന്നു, അടുത്തയാൾ ജനിക്കുന്നു. അങ്ങനെ വേണമെങ്കിൽ ഓപ്ഷൻ സിയിലേക്ക് ചിലർക്കൊക്കെ എത്താൻ പറ്റും. പക്ഷെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇതിന്റെ ടെക്നിക്കൽ മീനിങ് എന്ന് പറഞ്ഞാൽ എ ചേഞ്ച് ഇൻ സ്റ്റെബിലിറ്റി ലീഡിങ് ടു ദ ബെർത്ത് ഓർ ഡെത്ത് ഓഫ് ദ ലിമിറ്റ് സൈക്കിളിനെയാണ് നമ്മൾ ഹോപ്പ് ബൈഫർക്കേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി നോക്കിക്കേ, ഇൻ ഹാമിൽട്ടൺ ജാക്കബി തിയറി ദ ഫംഗ്ഷൻ എസ് ക്യൂ ഓഫ് ടി റെപ്രസെന്റ് the action system, the Hamiltonian of the system, the total energy of the system, the wave function of the system. ഏതാണ് അല്ലെ? ഇത്ര സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നത് നമ്മൾ വിചാരിച്ചില്ല. ഇത് PSC അടുത്തിടയ്ക്ക് ചോദിച്ച ഒരു പരീക്ഷയാണ്. ഓപ്ഷൻ എ ആണ്, ദ ആക്ഷൻ ഓഫ് ദ സിസ്റ്റം ആണ് അവിടെ വരുന്നത്. അവിടെ നമ്മൾ ഹാമിൽട്ടോണിയൻ ക്യാരക്ടറിസ്റ്റിക്സ് ഫംഗ്ഷൻ, ലീസ്റ്റ് ആക്ഷൻ പ്രിൻസിപ്പിൾ ഒക്കെ പറയുന്നത് ഡീപ്പായിട്ട് അതിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസും കൂടെ മനസ്സിലാക്കിയേ പഠിക്കാവുള്ളൂ. ജസ്റ്റ് എന്താണ് ലീസ്റ്റ് ആക്ഷൻ പ്രിൻസിപ്പിൾ, x1 to x2 ഇന്റഗ്രൽ L.T ഈസിക്കൽ ടു എന്താണ് സം1 ഡെൽറ്റ എസ് എന്ന് മാത്രം പഠിച്ചു പോകരുത്. അതിന്റെ ഫിസിക്കൽ മീനിങ് എന്താണെന്ന് പഠിക്കണം, മാത്തമാറ്റിക്കൽ മീനിങ് എന്താണെന്ന് പഠിച്ചിട്ടേ പോകാവുള്ളൂ. ഇനി വാട്ട് ഡസ് ദ സെപ്പറബിലിറ്റി ഓഫ് വേരിയബിൾ ഇൻ ഹാമിൽട്ടോണിയൻ ജാക്കബി തിയറി അലോ? predicting the chaotic behavior in the system, easy numerical simulation, simplification of the Hamiltonian into independent parts, exact solution for all dynamical system ആണ്. എന്തിനാണ് അവിടെ വേരിയബിൾ സെപ്പറേഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഏതെങ്കിലുമൊക്കെ റെഫറൻസ് ടെക്സ്റ്റ് ഉപയോഗിക്കുമ്പം നമ്മൾ പറയും അല്ലെ, ഈ മെത്തേഡ് ഉപയോഗിച്ചത് ഇന്നത് കൊണ്ടാണെന്ന് അവിടെ ചെറിയൊരു മെൻഷൻ വരും. ഇപ്പം നമ്മൾ ക്രോണി പെന്നി മോഡലൊക്കെ എടുത്തു കഴിയുമ്പോൾ അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് എടുത്തു കഴിയുമ്പം അവിടെ ഒരു ഇന്റഗ്രേഷൻ ഒക്കെ ഉണ്ട്, കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതുകൊണ്ടാണ് ഇത് ഉപയോഗിച്ചത് അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ നിന്നൊരു ചോദ്യം, എന്തുകൊണ്ടാണ് അവിടെ വേരിയബിൾ സെപ്പറേഷൻ മെത്തേഡ് ഉപയോഗിച്ചത്? ഇവിടെ ആൻസർ വരുന്നത് എന്താണ്? സിംപ്ലിഫിക്കേഷൻ ഓഫ് ദ ഹാമിൽട്ടോണിയൻ ടു ഇൻഡിപെൻഡന്റ് പാർട്സ് ആണ്. ഇപ്പം ഞാൻ പറഞ്ഞു മാത്തമാറ്റിക്കൽ മീനിങ് ഉണ്ട്, ഫിസിക്കൽ മീനിങ് ഉണ്ട്, എല്ലാം നമ്മൾ പഠിച്ചിട്ടേ പോകാവുള്ളൂ എന്ന് പറഞ്ഞു. ഇനി അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കോമൺ മെത്തേഡ് ഫോർ അനലൈസിങ് നോൺ ലീനിയർ ഓസിലേറ്റർ? നമ്മൾ നോൺ ലീനിയർ ഓസിലേഷൻ പഠിച്ചത് മാത്രമേ ഓർക്കുന്നുള്ളൂ അല്ലേ? ഇവിടെ ന്യൂമറിക്കൽ സിമുലേഷൻ ഉണ്ട്, ലീനിയറൈസേഷൻ ഉണ്ട്, പെർട്ടുർബേഷൻ ഉണ്ട്. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ? MSc പഠിച്ചവർ അല്ലേ? ഇതൊക്കെ കേട്ടതായിട്ട് ഓർക്കുന്നില്ല അല്ലേ? കുറെ ഇക്വേഷൻസ് മാത്രം കണ്ടതായിട്ട് മാത്രമേ ഓർക്കുന്നു. പെർട്ടുർബേഷൻ കേട്ട് കാണും. അവിടെ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദ എബോവ് ആണ്. അപ്പം ഇത് ഒരേ പാറ്റേണിലുള്ള ചോദ്യമാണ്. ഒരു പരീക്ഷയ്ക്ക് 1 മുതൽ 10 വരെ ചോദിച്ച ക്ലാസിക്കൽ മെക്കാനിക്സിന് ചോദിച്ച ചോദ്യങ്ങളാണ്. ഇവിടെ എല്ലാം ഒരേ പാറ്റേൺ ആണ്. എന്താണ്? ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ഇല്ല. ക്വാണ്ടിറ്റേറ്റീവ് വരുമ്പോഴാണ് ഇക്വേഷൻസ്, ന്യൂമറിക്കൽസ് എല്ലാം വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും കൂടെ പരിശീലിച്ചാൽ മാത്രമേ നമുക്ക് സെറ്റ് പോലെയുള്ളവയോ അല്ലെങ്കിൽ ഗേറ്റ് പോലുള്ള എക്സാമുകൾ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം സെറ്റ് എക്സാമിനായിട്ട് പരിശീലിക്കുന്നവർ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പരിശീലിക്കുക. അപ്പം ഇതുപോലുള്ള കണ്ടന്റ് വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.